ഇസ്ലാം വിശ്വാസികൾ നോമ്പിലെ അവസാന വെള്ളിയാഴ്ചയും കടന്ന് ചെറിയ പെരുന്നാളിലേക്ക് അടുക്കുന്നു. തിങ്കളാഴ്ചയാകും പെരുന്നാൾ എന്നാണ് കരുതുന്നത്. റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിന്റെ ദിനരാത്രങ്ങൾ അവസാനത്തോടടുക്കുകയാണ്. ചെറിയ പെരുന്നാളിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആകും പെരുന്നാൾ. നോമ്പിലെ അവസാനത്തെ വെള്ളിയാഴ്ചയും പിന്നിടുകയാണ്. പള്ളിയിലെ നമസ്കാരങ്ങളിൽ വിശ്വാസികൾ പങ്കുകൊണ്ടു. سمع الله لمن حمده الله أكبر ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും ഖുർആൻ പഠിക്കുന്ന കാലഘട്ടമാണിതെന്ന് കോതമംഗലം മിന മസ്ജിദിലെ നമസ്കാരത്തോടനുബന്ധിച്ചുള്ള പ്രസംഗത്തിൽ ഇമാം ഷംസുദ്ദീൻ നഖ്വി പറഞ്ഞു. വിശ്വാസികൾ ഖുർആൻ പഠിക്കാൻ തയ്യാറാകണം. കുറേ മനുഷ്യന്മാരുണ്ട് നിരക്ഷരായ, അവർ വേദത്തെ കുറിച്ച് തൗറാത്തിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർ, തൗറാത്ത് വായിക്കാത്ത, തൗറാത്ത് പഠിക്കാത്ത, തൗറാത്തിൽ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാത്ത കുറെ ആളുകൾ. അവർക്ക് അവരുടെ വേദത്തെ കുറിച്ച് ഒന്നും അറിയില്ല, ഖുർആനെ കുറിച്ച് ഒന്നും അറിയുന്നില്ല, പഠിക്കുന്നില്ല. അങ്ങനെ പോരാറിയുള്ളവരെ ഖുർആനെ പറ്റി പഠിക്കണം, ഖുർആൻ വായിക്കണം, ഖുർആൻ മനസ്സിലാക്കണം, ഖുർആൻ ഉള്ളിലേക്ക് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കണം. കാരണം ശത്രു പോലും ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇപ്പൊ കേരളത്തിലൊക്കെ ചാനൽ ചർച്ചയിൽ വരുന്ന ആളുകളൊക്കെ ഇപ്പൊ ഖുർആൻ ആയത്തിൽ ഒരു ഓതിട്ട് സംസാരിക്കുന്നത്. സൂറത്തുൽ അൻഫാലിൽ ഇങ്ങനെ ആയിട്ടുണ്ടല്ലോ, സൂറത്തുൽ തൗബയിൽ ഇങ്ങനെ ആയിട്ടുണ്ടല്ലോ, ഇന്നമൽ മുശ്രികൂന നജസുൻ എന്നുണ്ടല്ലോ. ആയത്തിൽ ഓതി തുടങ്ങി. ഖാതിലുൽ മുശ്രികീന കഫ കമാ യുഖാതിലുകും കഫ ഫദ്രിബു ഫൗഖൽ അഅനാൻ വദ്രിബു മിൻഹും കുല്ല ബനാൻ. ഇങ്ങനെയൊക്കെ ആയത്തിൽ എടുത്തിട്ട് അവിടുന്ന് കത്തിരിച്ച് ഇവിടുന്ന് മുറിച്ച് ഇങ്ങനെ പറയുന്ന രീതി ശത്രുക്കൾ പോലും ഖുർആൻ പഠിക്കുക. യുക്തിവാദികൾ, നിരീശ്വരണ്ട് ശത്രുക്കളുടെ. പെരുന്നാൾ ദിനത്തിൽ കോതമംഗലത്ത് ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ടൗണിൽ ബേസിൽ ജംഗ്ഷന് സമീപത്തും ബൈപ്പാസിലെ ടർഫ് കോർട്ടിലും തങ്കളം മൂലൻസ് ഗ്രൗണ്ടിലുമാണ് ഈദ്ഗാഹുകൾ നടത്തുന്നത്. GTV ന്യൂസ് കോതമംഗലം.